ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ച നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്താണ് പോകുന്നത്. എല്ലാവരും ഒരുങ്ങി. ഞാൻ രാവിലെ എണീച്ച് ഒരുങ്ങി. വേറെ ആരും കുളിച്ചില്ല ഗൈസ്, ഞാൻ മാത്രം കുളിച്ചിട്ടുള്ളൂ. ബാക്കി സൈനവുണ്ട്. എല്ലാവരും ഒരുങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി നമ്മൾ ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാം. കാണാൻ ബാക്കി എല്ലാവരും ഇരിക്കുന്നു കേട്ടോ. മാസ് ഗൈസ് എല്ലാവരും ഉണ്ട്. റിച്ചു താത്തയുണ്ട്, നോഫിലിക്കുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചു നേരം നീതി കളിക്കാം ഗൈസ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മറ്റേ ഒട്ടകങ്ങൾ നിരയായെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മന്തികളൊക്കെ ഇങ്ങനെ നിരയായിട്ട് വന്നു. ആദ്യം നമ്മൾ കഴിച്ചു നോക്കുന്നത് ഈ ഐറ്റമാണ്. ഇതാണ് ഇതുവരെ കേൾക്കാത്തത്. എന്തായിരുന്നു? ചിക്കൻ കൊണ്ടാട്ടം മന്തി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനബിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പോലെ ഉണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷേ പേഴ്സണലി എനിക്കിതൊരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തത്. ആയിഷയ്ക്കും സൈനബിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര സ്പൈസിയാണ്. അങ്ങനെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് തോന്നണില്ല. എനിക്കൊരു ആവറേജ് ഒരു 7 പോലെ ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതിന് ഗൂഗിളിലും ഒക്കെ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുന്നത്. എനിക്കങ്ങനെ വാവ് എന്ന് പറയാനുള്ള അത്രയ്ക്കും തോന്നിയില്ലെങ്കിലും കഴിക്കാം, അത്രേ ഉള്ളായിരുന്നു. പിന്നെ വാപ്പച്ചിയും ഉമ്മച്ചിയും കൂടി ബീഫ് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ പിന്നെ നമ്മുടെ ഇത് കൊണ്ടാട്ടത്തിലെ ചിക്കനാണ് കേട്ടോ. നല്ല എരിവായതുകൊണ്ട് ഞാൻ മയോണസിനകത്തോട്ടേക്ക് ഇങ്ങനെ മുക്കി കുളിക്കുകയായിരുന്നു. ഞാൻ എരിവെന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതാണ് വാപ്പിച്ച് ഉമ്മച്ചി മരിച്ച ബീഫ് മന്തി. ബീഫ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒരു കടയിൽ പോയിട്ട് ബീഫ് മന്തി ഭയങ്കര സൂപ്പറാന്ന് തോന്നി. കാരണം ബീഫ് നോർമലി ഭയങ്കര കട്ടിയായിരിക്കും, കാരണം ബോൺലെസ് പീസാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാത്തിനും സെയിം റൈസാണ് കൊടുക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മേടിച്ചതാണ് ബാർബിക്യൂ മന്തി. എനിക്കിതാട്ടോ ഇഷ്ടപ്പെട്ടത്. ഈ മൊരിഞ്ഞ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷവായ ഭയങ്കര ഇഷ്ടമാണ്. ബാർബിക്യൂ ഗ്രിൽഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബാർബിക്യൂ ഗ്രിൽഡ് ആ മന്തിയായിരുന്നു. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് പിന്നെയും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഐറ്റമിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഞങ്ങളിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ട് പുറകിലിരുന്നിരുന്ന ഫാമിലി ഓർഡർ ചെയ്ത് കണ്ടിട്ട് ഐഷ സൈനബ് ഓർഡർ ചെയ്താണ്. അവർ ബട്ടർ സ്കോച്ച് ആട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ ഇതാണ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുഡ് കഴിച്ചതിൽ. ഇതിന് 90 റുപ്പീസേ ഉള്ളൂ ഈ ഒരു ബൗൾ ഓഫ് സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. ഞങ്ങൾ പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം പറയാം, അതിൽ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കാണുന്ന ആളുകളെ അറിയാമോ നോക്കിക്കോട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെ ഇരുന്ന ടീംസാ. ഇപ്പോൾ ഉമ്മാനെ കാണിച്ചാലോ. ഉമ്മ ചോദിക്കുക എന്തൊരു സന്തോഷമാണ്, വിശന്നിട്ട് റോക്കി നിങ്ങളല്ലാതെ ആകുന്നു എന്നായിരുന്നു. വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് കിടക്കാം. ലിപ്സ്റ്റിക്കൊക്കെ മന്തി കൊണ്ടുപോയി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് റീഫിൽ ചെയ്യാം. ഈ സെഗ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഗേൾസിനോട് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലിപ്സ്റ്റിക്ക് എടുത്ത് പിന്നെയും ഇടണം. എനിക്ക് എപ്പോഴും നടുവശത്ത് ചുണ്ടിന് നടുവിന്നാണ് പോവാറ്. പക്ഷേ ഇന്ന് ഓയിലി ഫുഡ് ആയതാണ് മൊത്തം തുടച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്യുന്നതാണ്. എനിക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പോവാത്ത ലിപ്സ്റ്റിക്ക് ഏതാണ്. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക് ഇല്ല. കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുന്നത് എണ്ണ, ബാം ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് എണ്ണയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ആ ലിപ്സ്റ്റിക്ക് പോവും. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ കടയെ കുറച്ച് പേരെങ്കിലും കേട്ട് കാണും. ഇത് യൂസ്ഡാ നമ്മുടെ സൂഡിയോയുടെ അബരൻ. അപ്പോൾ ഇവിടെ വൈക്കത്താണ് കേട്ടോ ഈ കടയുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഞങ്ങൾ വന്നപ്പം ഞാനും ഐഷയും ആക്സസറീസൊക്കെ നോക്കുമായിരുന്നു. നല്ല കിടുക്കാച്ചി ആക്സസറീസും പിന്നെ അതുപോലെ കുർത്തയും ടോപ്പുകളൊക്കെ ഉണ്ട്. എനിക്ക് ഈ കുർത്ത ഇഷ്ടപ്പെട്ടായിരുന്നു. ക്യാമറ കാണാനായിട്ട് വലിയ ഭംഗിയില്ല, പക്ഷെ എടുക്കാൻ സമ്മതിച്ചില്ല ഗസ്. ഞാൻ ഓവർ ഷോപ്പിംഗ് ഓവർ ചിലവാന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനും സൈനബും വാഷ്റൂം പോയപ്പോഴത്തേക്കും അവർ ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് എവിടെ പോയി ഗൈസ്. അവിടെ നിന്ന് കൈ കാണിക്കും. അതെ, ഞങ്ങളിതേ ഇരിക്കുന്ന ഞങ്ങളെ വിളിക്കാതെ മനഃപൂർവ്വം പോയി ഫുഡ് അടിക്കുന്നത് ഗൈസ്. 3 പേരും കൂടെ കാര്യമായിട്ട് അടിക്കുന്നത് ബിങ്കോ ആണ് ഗൈസ്. കണ്ടോ ഈ 3 പേര്.
പാവപ്പെട്ട ഐഷയുടെ ചായക്കകത്തൊരു ഈച്ച വീണ് ഗൈസ്. ഐഷ എന്താ പറയാനുള്ളത്? എല്ലാവരും അവളെ വഴക്കുറഞ്ഞ ഗൈസ്. ഞാൻ ഇട്ട പോലെ നിന്നെ നരകത്തിൽ കണ്ടോളാന്ന് ഗൈസ്. മഴ വരുന്ന വരവ് നോക്കിക്ക്. ലൈറ്റ് ഓഫ് ചെയ്ത പോലെ ഫുൾ ഇരുട്ടായി ഗൈസ്. ഫുള്ള് നല്ല കാറ്റും. മഴ വന്നു ഗൈസ്. മഴ വന്നു. വരുവാ എന്ന് പറഞ്ഞ അവസാനം വന്നു. തിരിച്ചടിക്കേ. ഫേവറേറ്റ് ആണോ സൈനബിൻ്റെ? ഗൈസ് സൈനബ് ഇന്ന് കണ്ണെഴുതി. അടുത്തേക്കാ എല്ലാവരും അതിൻ്റെ അഭിപ്രായം പറയണം. എൻ്റെ കുഞ്ഞി സുന്ദരിയായി. തേങ്ങാ മിഠായോ? കൊള്ളാട്ടാമാ. ഗൈസ് തിന്നാൻ വേണ്ടി എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. ഐഷ പപ്പടം, കട്ട്ലേറ്റ്, പിന്നെ അപ്പോ അപ്പൊ എന്തിനാ? ഓ ഗൈസ്, കട്ട്ലറ്റ്, പരിപ്പുവട, അപ്പവും ഇതൊക്കെ കൂട്ടിപ്പിടിച്ച് കഴിക്കാനാണ് പറയുന്നത്. ഓ വെയിറ്റ് എന്നാ ഗൈസ്, നമുക്ക് ഐഷ അത് ചെയ്ത് കാണിച്ചിരുന്നായിരിക്കും. അപ്പം വെക്കുന്നു, പിന്നെ പരിപ്പുവട വെക്കുന്നു. കഴിക്കാം. ഓക്കെ, താങ്ക് യു. തുപ്പലാക്കി കടിച്ചിട്ട് പോയാൽ മതി. മുട്ടയത് അടിപൊളി. നല്ല എരിവുണ്ടാവുണ്ട്. നല്ല എരിവുണ്ടാവും. എപ്പഴേ നല്ല എരിവല്ലേ? കട്ടൻ ചായ വേണം. ഗൈസ് നമുക്ക് കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കാം. കട്ട്ലറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പരിപ്പുവട വെച്ച് കൊള്ളാം. പായസം ഉണ്ട്. എന്ത് പായസമാ ഇത്? ശർക്കര പായസമാണോ? ശർക്കര പായസമാണ് ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കൊണ്ടുവന്നേനല്ലേ, ഒരു ബിബും കൂടി വേണമായിരുന്നു. പക്ഷെ കൊള്ളാം, അടിപൊളി. മതി, വേണ്ട, മതി. മരുതമ്മ സ്പൂണിനെ പോലും വെറുതെ വിടുന്നില്ല, മനസ്സിലായോ? അങ്ങനെ നമ്മളിതേ നോഫൽ ബായുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്, ഫോർട്ട് കൊച്ചിയിൽ. മാസ് എല്ലാരും ദീർഘമായിട്ട് നോക്കിക്കൊണ്ട് മതി. കുറച്ച് കൂടുതൽ നോക്കിയ വീണു പോയാള്. ആ പറഞ്ഞ് നാവെടുത്തില്ല. എന്തുവാ, കരിനാക്കാണോ? ഞാൻ പറഞ്ഞില്ലേ നോക്കല്ലെന്ന്. അതെ, പുള്ളി ഇപ്പൊ ഇതേത് ഫോർമേഷൻ? ശവാസനം. മതി. എങ്ങനെയാ അമ്മച്ചി? എങ്ങനെയമ്മ? പറയേ, പറയുന്നേ. ബംഗ്ലാവിന്റെ കഥ പറയമ്മ. വേണ്ട ഗൈസ്, വാപ്പാനെ കൊണ്ട് വലിയ ശല്യാണ്. എല്ലാ ദിവസവും വന്നിട്ട് ഈ കടപ്പുറം കാണലാണ്. വാപ്പ ഒരു ചെറിയ കൊച്ചു മുതലാളിയാണ്. ചെളിയാണ് വാപ്പ, മഴയാണ്. ഗൈസ് സൈനബ് എന്താ കൊണ്ടുവന്നിരിക്കണേ? എന്താ സൈനത്? നെല്ലിക്ക ഉപ്പിലിട്ടത് ഗൈസ്. കൊള്ളാവാ? ആയിട്ടില്ല. ആ കേട്ടോ, ആയതൊക്കെ എടുക്കാം. ചെറുതെടുക്കാം, അപ്പോൾ വേഗമാവും.
ആവാനുണ്ട് കുറച്ചുകൂടെ. ആവാനുണ്ട് കുറച്ചുകൂടെ ആവാനുണ്ട്. നമ്മൾ നേരത്തെ ഉച്ചക്ക് കഴിച്ച മന്തി ബാക്കി വന്നിട്ടുണ്ട്. ഉമ്മായും വാപ്പായും നടക്കാൻ പോയത് കാരണം നമുക്കിത് കഴിക്കാം. 8 of 5. 8 of 5 ഗൈസ്. ലൈറ്റ് ഇടട്ടെ? ലൈറ്റ് വരുമോ? ലൈറ്റ് ഇല്ല. ഇപ്പം ഇഷ്ടപ്പെട്ട ബാർബിക്യൂ ഇഷ്ടപ്പെട്ടാണ്. ആഹാ അന്തസ്. അതുപോലും ബാക്കി വെച്ചില്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്ത് ബാക്കി വെച്ചില്ല? വീട്ടിൽ പോയി വെച്ചിരുന്നല്ലേ, ഓ അതുപോലും ബാക്കിയാക്കിയില്ല. നമ്മൾ ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി ക്ലിപ്പ് നാളെ ജീവിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ജീവിതം തീർന്നു പോകും. ശുഭദിനം. ക്ലിപ്പ് കഴിഞ്ഞ് ഫുഡാണ്. ഓരോ ഷോട്ട് ക്ലിപ്പ് ഫുഡ്. ഗൈസ്, അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. നിങ്ങളൊക്കെ നേരത്തെ കണ്ടതുപോലെ ഞാൻ മന്തി വണ്ടിക്കകത്തിരുന്ന് കഴിച്ചത് എനിക്ക് വിശക്കണില്ല. സോ ഞാൻ പ്രോബബിളി എൻ്റെ കുലിക്കുമുട്ടയില്ലേ, ഞാൻ ഈ റെസിപ്പി എൻ്റെ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും സൈനബിന് ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു സെറമിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ആ സെറം കൂടെ ഇട്ടിട്ട് കിടന്നുറങ്ങും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ട്രാവലൊക്കെ ചെയ്ത കാരണം നല്ല ക്ഷീണമുണ്ട്. കണ്ണിൻ്റെ ഇവിടെയൊക്കെ കണ്ടെങ്കിലും കാണുന്നു. അപ്പോൾ അതാണത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.